ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസത്തിന് ശേഷം നമ്മളൊരു ലോങ് വ്ളോഗായിട്ട് വന്നേക്കുവാണ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. വീട്ടിലല്ല, പാലക്കാട് നല്ലേപ്പള്ളിയിൽ വെച്ചാണ് ഫംഗ്ഷൻ. എൻ്റെ വല്യമ്മയുടെ, കോമള വല്യമ്മയുടെ 70ാം പിറന്നാളാണ്. സപ്തതി ആഘോഷങ്ങളോടൊപ്പം തന്നെ ഇന്നൊരു കുടുംബ സംഗമം കൂടിയാണ്. ഏതാണ്ട് 25 പേരോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടെമ്പോ ട്രാവലറിലാണ് പാലക്കാടേക്ക് യാത്ര ചെയ്യുന്നത്. പാലക്കാട് നല്ലേപ്പള്ളിയിലെ തനിമ ഫാം ലൈഫിലേക്ക് 5 മാസം മുമ്പ് ഏർക്കാട് യാത്ര നടത്തിയിരുന്നു. അതിൻ്റെ ഒരു വ്ളോഗും ഞാൻ ഇട്ടിരുന്നല്ലോ. ആ യാത്രയിൽ നമ്മുടെ സാരഥിയായിരുന്ന രാകേഷ് ഏട്ടൻ്റെ വണ്ടിയിലാണ് ഇന്നത്തെ പാലക്കാട് യാത്ര. ഇന്നത്തെ ബർത്ത്ഡേ ഗേൾ ഇതായിരിക്കുന്നു. 70ാം വയസ്സ് ആഘോഷിക്കുന്ന കോമള വല്യമ്മ. ഞാൻ കോമളോപ്പ എന്നാട്ടോ വിളിക്കാറ്. കൂടെ ഇരിക്കുന്നത് കുഞ്ചുമാമ. അച്ഛനും അമ്മയും കോമളോപ്പ എന്ന് വിളിക്കുന്നതുകൊണ്ട് എനിക്കും ചെറുപ്പത്തിൽ അങ്ങനെ വായെന്ന് വന്ന് പിന്നെ അതങ്ങോട്ട് മാറ്റാനും പറ്റണില്ല. പിന്നെ എൻ്റെ വല്യമ്മാവൻ ഉണ്ണിമാമയും ബറോഡയെന്ന് വന്നിട്ടുണ്ട്. അതായത് അഭിലാഷിൻ്റെ അച്ഛൻ. നിങ്ങൾക്ക് എൻ്റെ ജയ്സൽമീർ യാത്രയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അഭിലാഷിനെ. അവനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അതുകൊണ്ട് തന്നെ അവൻ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. നമ്മുടെ യാത്ര ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സ്ഥലത്തിരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും ഇവിടെ ചെനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പോകാം. അതിനുശേഷം തൊട്ടടുത്തുള്ള കാവേരി റെസ്റ്റോറൻറ്റിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീ ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രം. മോസ്റ്റ്ലി ഇതൊരു 2 പാർട്ടായിട്ടുള്ള വീഡിയോ ആവാനാണ് ചാൻസ്. അപ്പോൾ അവിടെ പോയാൽ അത്യാവശ്യം നല്ല നല്ല ഫൺ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്ന് കേട്ടു, വീഡിയോസൊക്കെ കണ്ടു. സോ നമുക്ക് നോക്കാം അല്ലേ. അമ്പലത്തിലും തൊഴുതു. തൊട്ടടുത്തുള്ള കടയിൽ നിന്നൊരു നെയ്റോസ്റ്റും വടയും കഴിച്ചു. ഒരുപാട് തരത്തിലുള്ള ഫുഡ് വ്ളോഗ്സ് ചെയ്തതിൻ്റെ ഇടയിൽ നെയ്റോസ്റ്റിന് ഇടയ്ക്കൊന്ന് മറന്നുപോയി. മനഃപൂർവ്വം ചെയ്തതല്ല കേട്ടോ. എന്നിരുന്നാലും എൻ്റെ നെയ്റോസ്റ്റ് വ്ളോഗ് മിസ് ചെയ്ത ചിലരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടങ്ങി. പാലക്കാടൻ ഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ്. ഞാൻ ഫ്രണ്ട് സീറ്റിൽ ബോറടിച്ചതുകൊണ്ട് ബാക്ക് സീറ്റിൽ വന്നിരുന്നു. ഏതാണ്ട് 9:45 നമ്മൾ തനിമ ഫാം ലൈഫിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു യാത്രയായിരുന്നു. അങ്ങനെ പാലക്കാട് നല്ലേപ്പള്ളിയിലെ ഈ ഒരു ഫാം ലൈഫ് അത്യാവശ്യം 35 ഏക്കറൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എത്രത്തോളം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. 5:30 വരയ്ക്കും നമുക്കിവിടെ സമയമുണ്ട്. സോ നോക്കാം നമുക്ക്. സോ അവരൊരു ബാൻഡൊക്കെ കെട്ടി തന്നിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇവർ നമ്മളെ വെൽക്കം ചെയ്തത് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുക്കി സ്നാക്സും പിന്നെ ഒരു മിക്സഡ് ജ്യൂസ് ഡ്രിങ്കും വെച്ചിട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടും വാട്ടർ മെലണും ചേർന്നിട്ടുള്ള ഒരു ജ്യൂസാണിത്. ഇതെൻ്റെ ബോംബെയിലുള്ള മാമനാണ്, അജിമാമ. അപ്പോൾ ആളുടെ ഇന്നത്തെ ലുക്കും പിന്നെ ഈ അറ്റയറൊക്കെ വെച്ചിട്ട് നമ്മൾ സേഡ്ജി എന്നൊരു പേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും സേഡ്ജിയും കൂടി മിക്സഡ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ജ്യൂസ് ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കണേ. സംഭവം ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് അറിഞ്ഞ്. പിന്നെ നമുക്ക് 2 ഗൈഡുകളെ അലോട്ട് ചെയ്തിട്ടുണ്ട് ഇവർ, ആദർശും നിമിഷയും. അവരെന്താ പറയണതെന്ന് കേൾക്കാം. നമ്മൾ തനിമയിൽ കൂടുതൽ മൾട്ടി ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഫോളോ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് വരുന്നത് ഫാം വിസിറ്റ്, ഫിഷ് പാ, ഫിഷ് ആൻഡ് ഫീഡ്, ഓർഗാനിക് പ്ലാന്റ് വിസിറ്റ്. അതായത് ഇവിടെ ഒരു 350 വെറൈറ്റി എക്സോട്ടിക് പ്ലാന്റ് ഉണ്ട്. നമുക്ക് അതെല്ലാം വിസിറ്റ് ചെയ്യാം. പിന്നെ കോക്കനട്ട് ക്ലൈമ്പിംഗ് വരുന്നുണ്ട്, വാട്ടർ വീല്, ചൈന നെറ്റിംഗ്, ലൈഫ് ഫിഷിംഗ്, ഫിഷ് ഫീഡിംഗ്, ഫാം ടു ഹോം. ഈ ഫാം ടു ഹോം എന്ന് പറഞ്ഞാൽ തനിമയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ സെയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗീ, ഹണി, മഷ്റൂംസ്, കുക്കീസ്, സ്നാക്സ് ഐറ്റംസ്, ഫ്രൂട്ട്സും വരും. ഫ്രൂട്ട്സ് സീസൺ അനുസരിച്ച് മാറി. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ 50 വെറൈറ്റി എക്സോട്ടിക് അനിമൽ ബ്രീഡ്സ് ഉണ്ട്. അനിമൽസ് എന്ന് പറയുമ്പോൾ കാറ്റ്സ്, ഡോഗ്സ്, പൈത്തൺ, ഇഗ്വാന, പിന്നെ ബേർഡ്സ് വരുന്നുണ്ട്. നമുക്കെല്ലാം വിസിറ്റ് ചെയ്യാം, ടച്ച് ചെയ്യാം, ഫീഡ് ചെയ്യാം, അതുപോലെയാണ്. പിന്നെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. സ്വിമ്മിംഗ് പൂള്, റെയിൻ ഡാൻസ്, മഡ് ബോട്ട്, പെഡൽ ബോട്ട്, കയാക്ക്, റൗണ്ട് ബോട്ട്, സ്റ്റാൻഡ് പെഡൽ. നമ്മൾ ബോട്ടിംഗ് ആക്ടിവിറ്റീസ് ഈ പോണ്ടിലാണ് ചെയ്യുന്നത്. ഈ പോണ്ട് എന്ന് പറയുന്നത് 18 സ്റ്റെപ്സ് ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ വാല്യൂ ഫീസിനെ കേരളം വെച്ചിട്ടാണ് പോകാൻ. അതിലുണ്ട്. സ്ട്രേറ്റ് കോമൺ
ഇങ്ങോട്ട് നോക്കൂ, നല്ല തെളിഞ്ഞ വെള്ളം. പക്ഷെ 18 ഫീറ്റാണ് ഇതിൻ്റെ താഴ്ച. അതുകൊണ്ട് തന്നെ ലൈഫ് ജാക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം കയാക്കിംഗ് ഒക്കെ ചെയ്തു. കുറേ കാലമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു സംഭവമാണിത്. ഫൈനലി നമ്മൾ തനിമയിൽ വന്നിട്ട് അതും ചെയ്തു. നമ്മൾ ചെറിയ രീതിയിൽ ബോട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ ഇപ്പോൾ അവരുടെ പ്ലാൻസും ഒക്കെ കാണിക്കാൻ കൊണ്ടിരിക്കരുത്. എങ്ങനെ വെച്ചാൽ തേങ്ങയുടെ ചകിരിത്തൊണ്ട് കമിഴ്ത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ കരിയിലും ചാണകം ഇടും. കരിയിലും ചാണകം ഒരു 3 ലെയറായിട്ട് ഇടും. അതിന്റെ മുകളിലാണ് നമ്മൾ എർത്ത് ഹോംസ് യൂസ് ചെയ്യുന്നത്, മണ്ണിൽ ഉപയോഗിക്കുന്നത്. ചാണകം ഡ്രൈ ആകുമ്പോഴുള്ള വെള്ളം പോലെ ആകുമ്പോഴുള്ള ഒരു മോയ്സ്ചർ കണ്ടീഷനിലേക്കണം ചാണകത്തിന്റെ പരിപാടി. ഓക്കെ. പിന്നെ നമുക്കിവിടെ മഷ്റൂം കൾട്ടിവേഷൻ ഉണ്ട്. അതിന്റെ കിട്ടുന്ന വേസ്റ്റുകളും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ മണ്ണിൽ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഓക്കെ. യൂട്ടിലസ് യുജീൻ എന്നാണ് ആഫ്രിക്കൻ എർത്ത് ഹോംസിന് പറയുന്നത്. ഓക്കെ. മണ്ണ് കിട്ടി ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് അവസാനം ഇതിന് ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന വളം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഈ പരുവത്തിലേക്ക് കിട്ടുക ഫൈനൽ സ്റ്റേജ്. ഇതാണ് ചെടികൾക്ക് യൂസ് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നമ്മുടെ തനിമയുടെ പ്ലാന്റുകൾക്ക് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ചെടിക്ക് ന്യൂട്രീഷൻ ആണ്, മണ്ണിന്റെ ലെയേഴ്സിന് മോയ്സ്ചർ കണ്ടീഷൻ ഒക്കെ നിലനിർത്താൻ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം. പെർ കെ ജി 40 rupees ആണ് വരുന്നത്. അപ്പോൾ അതാണ് ബ്ലാക്ക് മാംഗോ. അമേരിക്കൻ ബീച്ചുകൾ കാണപ്പെടുന്ന ഗ്രേപ്പാണ്. കൂടുതൽ കോമൺലി ബീച്ച് കല്ലുകളാണ് കാണപ്പെടുന്നത്. തടി ഫർണിച്ചറിനൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഗ്രേപ്പ് പോലെ തന്നെയാണ്, പർപ്പിൾ കളർ ഫ്രൂട്ട് തന്നെയാണ്, ഉള്ളിൽ വൈറ്റ് കളർ ആയിരിക്കും. പിന്നെ ഇല നമ്മൾ വാഴയിലൊക്കെ വെച്ച് കഴിക്കില്ലേ, അതുപോലെ ചൈനയിൽ ഇതിൻ്റെ ഇല വെച്ച് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കും. സീ ഗ്രേപ്പ് എന്ന് പറയും. സീ ഗ്രേപ്പ് കടൽ മുന്തിരി എന്നാ പറയാ. കടലിൽ മാത്രം കാണപ്പെടാറുള്ള ഒരു തരം. നമുക്കിവിടെ കായ്ക്കതിൽ 1 വർഷം കായ്ച്ചിട്ടുണ്ട്. എക്സോട്ടിക് പ്ലാന്റ് ആയതുകൊണ്ട് ക്ലൈമറ്റ് ശരിയാണ് ആ സമയത്ത് വരും. ഇല്ലെങ്കിൽ അഥവാ അങ്ങനെ വരികയാണെങ്കിൽ കൊഴിഞ്ഞു. പിന്നെ ഇത് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും. മിൽക്ക് ഫ്രൂട്ട് ഇതിന് സ്പെഷ്യാലിറ്റി വന്നിട്ട് ഇല തന്നെയാണ്. ഇല മുകളിൽ ഗ്രീനും അടിയിൽ ഗോൾഡൻ കളർ ആയിരിക്കും. ഈ സൺലൈറ്റ് തട്ടുന്ന ഭാഗത്തെ കൂടുതൽ ഗോൾഡൻ കളറായിട്ട് കാണപ്പെടും. ആ ഭാഗത്തൊക്കെ നമുക്ക് മീൻ പിടിച്ച് നോക്കാം. അപ്പൊ നമ്മളിത് ഇടാൻ പോവാണ്. എറിഞ്ഞോളൂ. അങ്ങനെ അങ്ങനെ വലയെറിഞ്ഞ് നമുക്ക് 2 മീനും കിട്ടി. ആ 2 മീനുകളെ ആദർശിനോട് വെള്ളത്തിലേക്ക് തന്നെ ടൊളം പറഞ്ഞു. പാവല്ലേ, അവരുടെ പെടപ്പ് കാണുമ്പോൾ എല്ലാവർക്കും പാവം തോന്നി. ഇതേ മേലെ കൂടെ സിപ്പ് ലൈനും സിപ്പ് സൈക്ലിംഗ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ഉയരം പേടിയുള്ള ആളാണ്, എന്നാലും ട്രൈ ചെയ്ത് നോക്കാതൊക്കെ. ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയും. ഇത് കഴിച്ചെന്ന് വെച്ചാൽ 1.5 മണിക്കൂർ വരെ നമ്മൾ എന്ത് കഴിച്ചാലും, പുളിപ്പ് അങ്ങനത്തെ എന്തൊരു ഐറ്റംസ് കഴിച്ചാലും നമുക്കത് സ്വീറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത്. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗർ പേഷ്യൻസിനാണ്. കാരണം ഒരു പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ചെന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് പാവയ്ക്ക ജ്യൂസ് പോലും അതിമധുരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. മിറാക്കിൾ ഫ്രൂട്ട്. അപ്പം എന്ത് കഴിച്ചാലും അവസാനം മധുരം തോന്നണമെങ്കിൽ നമുക്ക് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചാൽ മതി. ഇതാ ഈ ചുവന്ന കിടക്കണ കാണുന്നുണ്ടോ, ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇതാണ് പ്രിൻസസ് വൈൻ. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല തണുത്ത സംഭാരം ഇങ്ങനെ കോടത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് കുട്ടിച്ചു എല്ലാവരും. ഇനി നമുക്ക് സിപ്പ് ലൈനിലും സൈക്കിളിലൊക്കെ കയറാനുള്ളതാണ്. അതിനുള്ളൊരു എനർജി ബൂസ്റ്റർ ആയിക്കോട്ടെ. സംഭാരം കുടിച്ചാ? ഈ പാലക്കാടൻ ചൂടിൽ നല്ല തണുത്ത സംഭാരം സുഖല്ലേ? പാമ്പും കോണി ഇതൊന്ന് പിടിക്കുക. പാമ്പും കോണി കളിക്കാനുള്ള സംഭവമുണ്ട്. ഇതാണ് കോയിൻ. ആ, ഒന്ന് നമ്മള് നിൽക്കണേ. മൊത്തം കിട്ടുണ്ടോ? കുറച്ചുകൂടെ ബാക്കിൽ പോയേക്കും. നല്ല അടിപൊളി ഒരു ഫ്രെയിം. കിളിക്കൂടിൽ അർജുൻ. കിളിക്കൂടിന്റെ ഉള്ളിൽ കിളിക്കൂടിൽ അർജുൻ. എന്റെ മുകളില് TFL എന്നൊക്കെ എഴുതിണ്ടോ? എനിക്ക് ഏറ്റവും ആൾക്കാർ ഡിമാൻഡ് ഇവിടെ ഫോട്ടോ എടുക്കാൻ ഇവിടെ ആയിരിക്കും. ആദ്യം തന്നെ ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ. അവരവിടെ പാമ്പും കോണിയൊക്കെ കളിച്ചിരിക്കട്ടെ. നമുക്കിവിടെ കുറച്ചു നേരം
ഊഞ്ഞാലിൽ കിടന്നു പറഞ്ഞു. നമ്മുടെ അവിടെ ഇതുപോലെ 2 തെങ്ങിന്റെ ചോട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടിരിക്കും. തേങ്ങ വിടാതെ നോക്കണം, അത്രേ ഉള്ളൂ. ഞാൻ ഒരു പണ്ട് ഇതേപോലെ ട്രെയിനിൽ വരുമ്പോ ഇതേപോലെ ഒരു പാർട്ടി ആ ഈ ട്രെയിനിൽ കുറച്ച് ആൾക്കാർ ഇതേപോലെ തൊട്ടിൽ കെട്ടുന്ന പരിപാടി ഉണ്ട് ജനറലില്. ആ അതെ, എന്നിട്ട് ഞാൻ മേടിച്ചു കൊണ്ടുവന്നായിരുന്നു. അവിടെ നമ്മളൊക്കെ അവിടെ അല്ല ജനറലില് ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോ സുഖമായിട്ട് ഹിന്ദിക്കാർ പറഞ്ഞ ബെഡ്ഷീറ്റ് 2 സൈഡാ കെട്ടിയിട്ട് സുഖമായിട്ട് കിടക്കും. ഹിന്ദിക്കാർ തുടങ്ങിയ ടെക്നിക്കാണ്, പക്ഷെ നമ്മുടെ മലയാളീസും ഇപ്പൊ അതൊക്കെ യൂസ് ചെയ്തു. ബൈ ദ വേ, ഇന്നത്തെ വ്ളോഗിൽ എന്തെങ്കിലും വിഷ്വൽ ക്വാളിറ്റിയിലും സൗണ്ട് ക്വാളിറ്റിയിലും വ്യത്യാസം നിങ്ങൾ അറിയുന്നുണ്ടോ എൻ്റെ പഴയ വ്ളോഗുകളിൽ നിന്നായി? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വഴിയെ അറിയിക്കാം. ഈ പൂവിൻ്റെ പേരറിയുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് പൂവിൻ്റെ പേരറിയാൻ മേല. അങ്ങനെ അതിനുള്ള ടൈമായി. വയനാട്ടിലും മൂന്നാറിലും പോയപ്പോൾ ഞാൻ ഒഴിവാക്കി വിട്ട സംഭവമാണ്, പക്ഷെ ഇവിടെ ഞാൻ ചെയ്യാൻ പോവുകയാണ് സിപ്പ് സൈക്ലിംഗ്. അങ്ങോട്ട് പോകുമ്പോ അറ്റത്താകുമ്പോ അത് കുറച്ച് കയറ്റമാണ്. ഇത് ഞാൻ പിടിക്കണോ? ഇത് പിടിച്ചത് ചെയ്യാൻ എനിക്കൊരു ഇതില്ല. ഡ്രോണിൽ വീഡിയോ എടുക്കണോ? 350 മാത്രമേ. ഓക്കേണോ? നമ്മുടെ ക്യാമറ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ എനിക്ക് അത്ര ധൈര്യമില്ല, അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാൻ നിന്നില്ല. പക്ഷേ നമ്മുടെ പിള്ളേരുടെ ഡ്രോൺ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതും ഞാൻ ആഡ് ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും ഇത് നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. എനിക്ക് ആ സിപ്പ് ലൈനിൽ കയറാണ്ടായിരുന്നൊരു പേടിയുണ്ട്, അതോട് മാറി കിട്ടി. വയനാട്ടിലൊക്കെ പോയപ്പോൾ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നാണം കെട്ടതാണ്, ഇതിൽ ഞാൻ മാത്രമേ കയറാതിരുന്നുള്ളൂ. ആ പേടി മാറി. നമ്മളെല്ലാവരും ഈ തനിമയിലെത്തിയത് കോമളവല്യമ്മയുടെ സപ്തതി ആഘോഷത്തിനാണല്ലോ. അപ്പോൾ ആ ആഘോഷങ്ങളും നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരാൻ പറ്റാതിരുന്ന എന്നാൽ മനസ്സുകൊണ്ട് നമ്മളോടൊപ്പം കൂടെയുള്ള ആളുകൾ വിഷസ് അയച്ചിട്ടുണ്ട്. സോ അത് നമുക്കൊന്ന് സ്ക്രീനിൽ കാണാം. ഞങ്ങളുടെ പരിയാരത്തൊടി കുടുംബം വളരെ വലുതാണ്. അപ്പോൾ കുറേ പേർക്ക് ഇന്ന് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ചിലരൊക്കെ വിദേശ രാജ്യങ്ങളിലാണ്, ചിലരൊക്കെ ഇന്ത്യയുടെ വേറെ വേറെ ഭാഗങ്ങളിലാണ്. അപ്പോൾ എത്തിച്ചേരാൻ പറ്റാത്തവരൊക്കെ തന്നെ വീഡിയോ വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഞാനൊരു വലിയ വീഡിയോ ഉണ്ടാക്കി. പിന്നെ പണ്ട് തൊട്ട് ഇപ്പോൾ വരെയുള്ള കുറേ ഫോട്ടോസ് ചേർത്തിട്ട് മറ്റൊരു വീഡിയോയും. അതല്പം കോൺഫിഡൻഷ്യലാണ്, അതുകൊണ്ട് ഞാൻ വീഡിയോസിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഇമോഷണലായി. ഇത്രയും നല്ല രീതിയിൽ ഞാൻ കൊണ്ടാടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷം. നിങ്ങൾ താങ്ക് യു പറയണ്ടെന്ന് ഞാൻ പറയുന്നു. ആവശ്യമില്ലാത്ത ഓൾറെഡി വിഷ് ചെയ്തു, എന്നാലും വീഡിയോന് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗെയിൻ. ഇതുവരെയുള്ള പരിപാടികളൊക്കെ ഉഷാറായില്ലേ? വളരെ സന്തോഷമുണ്ട്. ഇത്രയൊക്കെ പണിയിട്ടു. പണിയൊന്നുമില്ല, എല്ലാവരും അവരവരുടെ ഫോട്ടോസ് അയച്ചു തന്നു. ഇവിടെയുള്ള എല്ലാവരും ഫോട്ടോസ് അയച്ചു തന്നു, വരാത്തവരൊക്കെ വീഡിയോസ് അയച്ചു തന്നു. അതൊക്കെ കൊണ്ട് ചേർത്തൊരു ഇതുണ്ടാക്കണം, അത്രേ ഉള്ളൂ. വേറെ അതിൽ പ്രത്യേകിച്ച് എഫേർട്ടൊന്നുമില്ല അല്ലേ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു.
പിറന്നാൾ ആഘോഷങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. വീഡിയോ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ തനിമ ഫാം ലൈഫിലെ വീഡിയോസ് 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഈ 15 മിനിറ്റ് വ്ളോഗ് കണ്ടതിന് ഒരുപാട് നന്ദി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ 2-ാം ഭാഗവുമായി നമുക്ക് ഉടനെ കാണാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.